കുറച്ചുകൂടെ മാവ് മിക്സ് ചെയ്യണേ. ആ അമ്മേ. ആ എന്താണ് വിഷ്ണു? അമ്മോ വിശ്രമില്ലാത്ത ജോലിയിലാണല്ലോ. ഉണ്ണിയപ്പ. എടാ നിനക്ക് ചായ എടുക്കണോ? ഞാൻ ചായ ഉണ്ട്. അച്ഛനെ ചായ കൊടുത്തിരുന്ന? അച്ഛന് ചായയും കൊടുത്ത് വാതിക്കലിരുത്തിയിട്ട് ദേ ഇത് ഉണ്ടാക്കുന്ന നേരമായിട്ടുള്ളൂ. ഇനിയിപ്പോ നിന്റെ അച്ഛൻ വൈകിട്ടത്തെ ചായ കുടിച്ചാ മതി. അല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ ചായ കൊടുക്കാറുണ്ട്. അച്ഛൻ ചായ പുറത്തിരിപ്പുണ്ടല്ലോ. അപ്പൊ കുടിച്ചിട്ടുണ്ടാവില്ല. പഴയ വീട്ടിൽ പോണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഞാൻ ചായ കൊണ്ട് കൊടുത്തത്. അത് ബഹളം ഒന്ന് നിർത്താൻ വേണ്ടി കൊണ്ട് കൊടുത്തതാ. അല്ല മാം, അവിടെ പാതി കുടിച്ച ചായ മാത്രമേ ഉള്ളല്ലോ. പിന്നെ ഇത് എവിടെ പോയി? എന്നോടാണോ ചോദിക്കണേ? ഞാൻ അമ്മോട് പ്രത്യേകം പറഞ്ഞിരുന്നില്ല അച്ഛനെ ശ്രദ്ധിക്കണമെന്ന്. അമ്മ, അച്ഛന്റെ രോഗാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കല്ലേ. ഇനിയിപ്പോ ഇത് എവിടെ പോയി പറഞ്ഞ് തിരക്കാനാ? എടാ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന് പോയി നോക്ക്. അല്ലാതെ ഇപ്പൊ എവിടെ പോവാനാ? നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഉണ്ണിയപ്പുണ്ടായിക്കോ. അച്ഛൻ ആരും നോക്കണ്ട. അച്ഛാ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. പൊന്നിതൊന്ന് നോക്കേ. എവിടെ പോയത് അമ്മേ? രാഘവേട്ടാ. അച്ഛാ. സത്യമേ, അകത്തെവിടെ ഇല്ല. നീ അവിടെ ഒന്നുകൂടെ പോയി നോക്കിയേ. എന്നാലും ഈ മനുഷ്യൻ എങ്ങോട്ട് പോയി? ചായ മുഴുവൻ കുടിച്ചില്ലല്ലോ. അമ്മ വല്ല വഴക്കും പറഞ്ഞിരുന്നോ? എടാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ആ പഴയ വീട്ടിൽ പോണെന്നും പറഞ്ഞ് കൊച്ചു കുട്ടികളെ പോലെ നിർബന്ധം പിടിച്ചപ്പോ ഞാൻ പോകരുതെന്ന് പറഞ്ഞു. അതിനെന്നോട് ദേഷ്യപ്പെട്ടിരിക്കായിരുന്നു. എടാ ഇനിയിപ്പോ നമ്മുടെ പഴയ വീട്ടിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടാവോ? എനിക്കൊന്നും അറിയില്ല എവിടേക്കാണ് എന്തിനാ പോയിരിക്കുന്നതെന്ന്. അമ്മ, അച്ഛന്റെ ഓർമ്മക്കുറവ് രോഗാവസ്ഥ അറിയുന്ന അമ്മയ്ക്ക് അച്ഛനൊന്ന് ശ്രദ്ധിച്ചെന്താ? എടാ ഞാൻ ഇവിടുന്ന് ഓട്ടം പോകാതെ അച്ഛനെ നോക്കിയിരുന്ന ഇവിടുത്തെ കാര്യങ്ങൾ ആരാ നോക്കുക? ഇത് എവിടെ പോയിട്ടാ നോക്കുക? എനിക്കൊന്നും അറിയില്ല. ഇല്ല സത്യമേ, അകത്തൊന്നും ഇല്ല. പിന്നെ ഇത് എവിടെ പോയതാ? നീ ആരെയാ വിളിക്കുന്നത്? ശാലിനി. വിഷ്ണുട്ടാ, അച്ഛനെ കാണാനില്ല ശാലിനി. കാണാനില്ലെന്നോ? ചായയും കുടിച്ച് വാതിക്കലിരുന്നാ. എവിടേക്ക് ഇറങ്ങിപ്പോയിന്ന്? പഴയ വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞിട്ട് അമ്മയായിട്ട് വഴക്കിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ല. ഇനിയിപ്പോ അങ്ങോട്ട് പോയിട്ടുണ്ടോന്നാവോ? വിഷ്ണുട്ടൻ ടെൻഷൻ ആവണ്ട. ചിലപ്പോ അതാവാനേ സാധ്യതയുള്ളൂ. പിന്നെ ഒറ്റയ്ക്ക് അച്ഛൻ എങ്ങനെ പോകുന്നൊരു സംശയമുണ്ട്. എന്തായാലും വിഷ്ണുട്ടൻ അങ്ങോട്ട് ചെല്ല. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം. ഞാനേ പഴയ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അവിടെ അവനെ സാധ്യത. എന്തൊക്കെ കഷ്ടപ്പാടുകളാ ദൈവമേ. സുഖമില്ലാത്ത ആള് ഒരു അബദ്ധം വരുത്തല്ലേ. അനൂപോ, എന്താടാ അവിടെ തന്നെ നിന്നേ? കേറി വാ. രോഹിത്തോ? പതിവില്ലാതെ. അച്ഛാ ഇറങ്ങി വാ. രാഘവേട്ടൻ, എന്തോ കാര്യമുണ്ടല്ലോ. രാഘവേട്ട, അല്ല ഇവിടെ പഴയ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് നടുറോഡില് വഴിയറിയാതെ നിൽക്കുമായിരുന്നു. ഞാൻ കണ്ടതുകൊണ്ട് ഭാഗ്യം. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്നു പോയേനെ. രാഘവേട്ട, എന്തൊക്കെയായി കേൾക്കുന്നേ? അങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങി നടക്കാവോ? അത് പിന്നെ എനിക്കെന്റെ വീട്ടിലൊന്ന് പോകണം.
ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യാനുണ്ടേ. ഇങ്ങനൊന്നും പോയാൽ പറ്റില്ല. ഞാനെന്നാ എന്നെ വീട്ടിട്ടു. അല്ല രാഘവേട്ട, എന്തായാലും ഇവിടം വരെ വന്നില്ലേ, വാ അകത്തേക്ക് കയറിയിരിക്കാം. വരൂ വരൂ രാഘവേട്ട. രാഘവേട്ടൻ വാ. അച്ഛാ, രാഘവേട്ടൻ വാ. ദാ ഇങ്ങോട്ടിരിക്കണം. എനിക്കിപ്പോ സത്യാമ്മ ഒന്നും താമസിക്കുന്ന വീടറിയില്ല. അല്ലെങ്കിൽ അച്ഛനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയേനെ. അതെന്തോടാ നിനക്ക് ഞാൻ താമസിക്കുന്ന എന്റെ കൂടെ ചൂടെ എന്നോട് കൊണ്ടാക്കിയാൽ മതി. അടുപ്പ ആ എന്തായാലും വലിയ അപകടത്തിലൊന്നും ഞാൻ ചാടിയില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്തായാലും രാഘവേട്ടനിരിക്കും, ഞാൻ ചായ എടുക്കാം. എടാ നിനക്കൂടി ഒരു ചായ എടുക്കട്ടെ? അയ്യോ വേണ്ട ശാരദാമ്മ, ഞാൻ ഇറങ്ങുവാ. ആ നീ അവിടെ ഇരിക്കടാ, ശാലിനെ കണ്ടിട്ട് പോവാം. എനിക്ക് വീട്ടിൽ പോകണം.